ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റൗണ്ട് നെക്കിലാണ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ പാറ്റേൺ വലിയ പാടില്ല, നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടും അത്യാവശ്യം സിമ്പിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പാറ്റേൺ പരിചയപ്പെടാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ റൗണ്ട് നെക്കിലാണ് പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കിലായിട്ട് നമ്മുടെ യോക്ക് പോർഷനിലായിട്ടാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് സ്ക്വയർ പോലെയാണ് ഡിസൈൻ വരുന്നത്. ആ സ്ക്വയർ പോലെ നമ്മൾ വരച്ചു കൊടുത്ത അവിടെയായിട്ട് ഇതാ ഇതുപോലെ ലീഫും കുറച്ച് വലിയ റൗണ്ടും പിന്നെ കുട്ടി റൗണ്ടും അങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. താഴത്തും അതുപോലെ തന്നെ മുകളിൽ വലത് സൈഡിലും പിന്നെ സെൻറ്ററിലായിട്ട് നമ്മളിതുപോലെ വി ആണ് വരച്ചു കൊടുക്കേണ്ടത്. വി എന്ന് വെച്ചാൽ ഇങ്ങനെ താഴോട്ട് വരുംതോറും അതിൻ്റെ വലിപ്പം കൂടിയാണ് വരുന്നത്. ആ ഒരു യോക്ക് പോർഷൻ്റെ ആ ഒരു നമ്മൾ വരച്ച്, അതായത് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അങ്ങനെ വെച്ച് വരച്ചു കൊടുത്താൽ മതി നെക്കിൻ്റെ താഴത്തേക്ക്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും നൂലുകൾ വേണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് റോസ് കളറാണ്. കുറച്ചൊന്ന് കടുത്ത റോസ് വേണം. പിന്നെ ഈ ഒരു കളറ് വേണം. പിന്നെ ഈ ഒരു ലൈറ്റ് ലാവണ്ടർ വേണം. പിന്നെ നമുക്ക് പച്ച കളർ വേണം. പിന്നെ നമുക്ക് ഈ ഒരു ഡാർക്ക് ലാവണ്ടർ വേണം. പിന്നെ നമുക്ക് വയലറ്റ് കളർ വേണം കേട്ടോ. പിന്നെ നമുക്ക് ലൈറ്റ് റോസും വേണം, അത് ഞാൻ കാണിക്കാൻ വിട്ടു പോയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് ആണ്. ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ അത് നിങ്ങളും ഗോൾഡൻ ഷുഗർ ബീഡ്സ് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു വൈറ്റ് കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബീഡ്സ് ആണ് കേട്ടോ വേണ്ടത്. അതിന് ശേഷം നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യുന്നതിൻ്റെ അവിടെയായിട്ട് സെൻറ്ററിലായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു വലിയ ഫ്ലവറാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ലേസി ഡേസി ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ട് നമ്മളിതുപോലെ ഫ്രഞ്ച് നോട്ടുകൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ കടും റോസ് വെച്ചിട്ടാണ് ഫ്രഞ്ച് നോട്ട് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ജോർജറ്റാണ്, ഫോക്സ് ജോർജറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലും ഡിസൈൻ ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ എടുക്കുന്ന കളറിന് ചേരുന്ന, അതായത് മെറ്റീരിയലിൻ്റെ ആ ഒരു കളറിന് ചേരുന്നതിനനുസരിച്ച് ബീഡ്സും ത്രെഡും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സെൻറ്ററിലായിട്ട് ആ ഒരു റൗണ്ട് കൊടുത്തില്ലേ, കുട്ടി റൗണ്ട് കൊടുത്തതിൻ്റെ അവിടെ ആയിട്ട് നമ്മളിതുപോലെ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഫ്ലവർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിനി ചുറ്റിനുമായിട്ട് ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുപ്പിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിപ്പോൾ അടുപ്പിച്ചായിട്ട് ത്രെഡ് വർക്കാണ് ചെയ്യുന്നത്. ബീഡ്സ് വർക്ക് നമുക്കിനി കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ അടുപ്പിച്ച് ത്രെഡ് വർക്കല്ലേ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ബീഡ്സ് വർക്ക് വരുന്ന ഡിസൈൻസൊക്കെ കാണിക്കാം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സാരി ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ പിന്നെ നമ്മൾ നോർമലായിട്ടെല്ലാം കുർത്തിയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുർത്തിയുടെ ഡിസൈൻസൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനാണെങ്കിൽ കുർത്തിയല്ല ഉപയോഗിക്കുന്നത്, കൂടുതലും ഞാൻ കുർത്തിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചാണ് ഞാൻ കുർത്തി ഡിസൈൻ ഒരുപാട് ഇടുന്നത്. പക്ഷെ നിങ്ങൾ ചേച്ചിമാർ കാണാം, അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസിനും സാരിക്കൊക്കെ അല്ലേ ഡിസൈൻ ഒരുപാട് വേണ്ടേ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തതിൻ്റെ അകത്തേക്കായിട്ട് നമുക്ക്
കടും കളർ റോസ് വെച്ചിട്ട് വേണം ഒരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതുപോലെ നമ്മൾ ഓരോ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ അകത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ സെൻറ്ററിലായിട്ട് കടും റോസ് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ചുറ്റിനും നമ്മുടെ ലൈറ്റ് റോസ് വെച്ചിട്ടാണ് ഫ്ലവർ ഒരു ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കടും കളർ റോസ് വെച്ചിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ അതിന് ശേഷം നമ്മളിതുപോലെ റൗണ്ടുകൾ ഇട്ട് കൊടുത്ത സ്ഥലത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരേ കളറിലല്ല, പല പല കളറിൽ വരുന്ന റിംഗ് നോട്ട് ഫ്ലവറുകളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു സൈഡ് ചെയ്യും പോലെ തന്നെയാണ് ബോട്ടം നമ്മൾ താഴെ വരച്ചിട്ടില്ലായിരുന്നോ, ആ ഒരു സൈഡിൽ ഫ്ലവർ ആ ഒരു ഡിസൈൻസൊക്കെ ഫ്ലവറിന് ചെയ്യും പോലത്തെ ഡിസൈൻസൊക്കെ നമ്മൾ വരച്ച് കൊടുത്തില്ലായിരുന്നു. അവിടെയും ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഫ്ലവറൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ പഴയ കുർത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, അങ്ങനെ കളറൊന്നും പോകത്തില്ല, തുണിക്ക് വേറെ ഡാമേജ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ പഴയ ജോർജറ്റിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള കുർത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ ഫ്ലവറും ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത്. പച്ച കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ലീഫ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ത്രെഡെന്ന് പറയുമ്പോൾ കോട്ടൻ്റെ ത്രെഡാണ്. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഫ്ലവറും അതുപോലെ തന്നെ ഈ ഒരു ലീഫൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മളിതാ സെൻറ്ററിലായിട്ട് ആ ഒരു വി പോലെ വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. 3 ഷുഗർ ബീഡ്സ് ഇതുപോലെ വെച്ചതിന് ശേഷം മൂന്നാമത്തെ ഷുഗർ ബീഡ്സിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു സൂചി കടത്തിയെടുത്ത് സൂചി അകത്തൂടെ എടുത്തതിന് ശേഷം വീണ്ടും 3 ബീഡ്സ് വീതം നമ്മൾ വെച്ച് കൊടുത്ത് വീണ്ടും അതേ സെയിം മെത്തേഡിലാണ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ബാക്ക് സ്റ്റിച്ച് ഒരു 2 3 4 ഒക്കെ നമുക്ക് ബീഡ്സ് വെച്ചിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ 2 സൈഡിലായിട്ടും ഇതുപോലെ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ലൈൻസ് വരുമ്പോൾ നമ്മൾ വൈറ്റ് കളർ ബീഡ്സ് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകണം. ഷുഗർ ബീഡ്സ് ഇതുപോലെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 2 മെത്തേഡിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ 3 ബീഡ്സ് വീതം വെച്ചിട്ട് അതിനകത്തൂടെ നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ പെർഫെക്ഷൻ വരുന്നത് നമ്മൾ ചെയ്ത ആ ഒരു ഫസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ലൈനില്ലേ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെയായിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ലൈൻ ഫില്ല് ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വൈറ്റ് കളറിലുള്ള ബീഡ്സ്. പിന്നെ നമ്മൾ ഈ ഒരു ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് താഴെ നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു പാറ്റേണിൽ നമ്മൾ താഴെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയും നമുക്ക് ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു ത്രെഡ് വർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു ബീഡ്സ് വർക്കും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. നമ്മുടെ നെക്കിൻ്റെ അവിടത്തേക്കായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡിൽ ത്രെഡ് വർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫൈനൽ ലുക്ക് കിട്ടുന്നത്. നെക്കിൻ്റെ താഴത്തേക്ക് ഇതേപോലെ ആയിരിക്കും നമുക്ക് ഡിസൈൻ വരുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയും വേണം. അപ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് ഇതുപോലെ ഒരു ഫൈനൽ ലുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ അതേ സെയിം മെത്തേഡിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഫൈനൽ ലുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഡിസൈൻ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു അടിപൊളി ഡിസൈനായിട്ട് കാണാം. താങ്ക്